40 വർഷത്തെ വാറണ്ടിയുള്ള സാധനം വീണ്ടും മങ്ങിയെന്നും പറഞ്ഞ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് വലിയൊരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ദേവസ്വം നിയമങ്ങൾ മാനുവൽ ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ ദ്വാരപാലക ശില്പവും ബാക്കി കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയത്. വലിയ സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അടിയന്തരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ചവിട്ടി പുറത്താക്കണം. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ കംപ്ലീറ്റ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഹൈക്കോടതി വിധി ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ചാണ് ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് ഇന്നലെ പുറപ്പെടുവിച്ച ഹൈക്കോടതിയുടെ വിധിയിലെ പരാമർശമുണ്ട്. ദേവസ്വം ബോർഡ് അത് എന്താ പറയുക, ഹൈക്കോടതി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ദേവസ്വം മാനുവലിലെ വകുപ്പ് എടുത്ത് പറഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഹൈക്കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ദേവസ്വം കമ്മീഷണറുടെ കത്തുണ്ട്, ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ആ കത്തിനെ മറികടന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് വീണ്ടും ഇത് കക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ പ്രശാന്ത് എന്ന് പറയുന്നത് ഞാനല്ല, ഉദ്യോഗസ്ഥരാണ് ഇതിൽ കാരണം. പിന്നെ എന്തിനാണ് പ്രസിഡന്റ്? അല്ല പിന്നെ എന്തിനാ പ്രസിഡന്റ്? ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് ദേവസ്വം കമ്മീഷണർ ഒരാഴ്ചക്കുള്ളിൽ അഭിപ്രായം മാറ്റിയതെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ അയാളെന്താ നോക്കൂത്തിയാകാനാണ് അവിടെ പോയിരിക്കുന്നത്? അയാളാണ് ഇടപെട്ടത്. ദേവസ്വം കമ്മീഷണർ പറഞ്ഞു ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, ഇവിടെ വയ്ക്കണമെന്നും. ഒരാഴ്ചക്കുള്ളിൽ ഇയാൾ അഭിപ്രായം മാറ്റിയെന്നാണ് കോടതി, ഞാനല്ല പറഞ്ഞത്, കോടതി പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് 8-ാം തീയതി അഭിപ്രായം മാറ്റി. ജൂലൈ 30-ാം തീയതി പറഞ്ഞ അഭിപ്രായം 7 ദിവസം കഴിഞ്ഞപ്പോൾ കമ്മീഷണർ മാറ്റിയതിന്റെ കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞതാണ്. അതാണ് കാര്യം. അപ്പൊ വളരെ വ്യക്തമാണ്, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനും ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾക്കും പങ്കുണ്ട്. കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ പ്രതികളായേ. ദേവസ്വം ബോർഡ് തന്നെ പ്രതികളാണ് കേസിൽ. ഇനിയിപ്പോ ഇവരുടെ കേസാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ്. പി.ഡി. സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.